കേരളമൊട്ടാകെ കാത്തിരുന്ന ഒരു വിധി കഴിഞ്ഞ ദിവസം ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് വന്നു. അതിന് പിന്നാലെ നമുക്കറിയാം പൾസർ സുനിയൊക്കെ 20 വർഷത്തോളം കഠിന തടവിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരെയൊക്കെ ഈ പറയുന്ന പൾസർ സുനിയാണെങ്കിലും മറ്റു പ്രതികളെയൊക്കെ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തെ പോലെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നുണ്ട്. അതിജീവിത കഴിഞ്ഞാൽ അടുത്തത് നീ, അതായത് പൾസർ സുനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൾസർ സുനിയെ ഒരു ഹീറോ ആയി ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വന്നിരുന്ന ആ ഒരു വീഡിയോയ്ക്ക് എതിരായിട്ട് കമന്റ് ഇടുന്ന സ്ത്രീകൾക്കെതിരെ വരുന്ന ഒരു റിപ്ലൈ ആണ് ഇനി അതിജീവിത കഴിഞ്ഞാൽ അടുത്തത് നീയാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്രിമിനൽസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും വളർന്നു വരുന്നുണ്ട് എന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, എട്ടാം പ്രതി കുറ്റക്കാരനല്ല എന്ന് വിധിക്കുമ്പോൾ ഇതിൽ കുറെ അപാകതകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ എല്ലാ മനുഷ്യരും ഇതുപോലുള്ള ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതെ, അത് എട്ടാം പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു, വളരെ ജനപ്രിയ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഈ ഒന്നാം പ്രതിയായ പൾസർ സുനി നേരിട്ട് ക്രൈമിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ഈ ജഡ്ജ്മെന്റ് ഫയൽ വായിച്ചതാണ്, നമ്മൾ കൃത്യമായി വായിച്ചു. അതിനകത്ത് എന്ത് ബ്രൂട്ടലായിട്ടാണ് അയാൾ ആ ക്രൈം ചെയ്തിട്ടുള്ളത് എന്നതടക്കം അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ബ്രൂട്ടലായിട്ടൊരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളെ ഗ്ലോറിഫൈ ചെയ്യാൻ എങ്ങനെ, അവിടെയും മനുഷ്യരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇന്നലെ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, നമ്മള് ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കിയെന്ന് ചോദിക്കുന്ന ആൾക്കാര് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാ ദിലീപിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്, അതിലൊരു കോൺസ്പിറസി തിയറി ഉണ്ടെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ എന്ന് നമുക്കിങ്ങനെ ചോദിക്കാൻ തോന്നില്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പൾസർ സുനിയെ വരെ ആരാധിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഒരു തെറ്റും നമുക്ക് തോന്നില്ല. കാരണം സമൂഹം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് വാടച്ച് ജീവിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. അതാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ചർച്ചയിൽ വന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നല്ല, പക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ ഇപ്പൊ പൾസർ സുനിയുടെ മാസായിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ കാറിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിലെ ചില രംഗങ്ങൾ പോലെയാണ് പൾസർ സുനിയെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോയില്. പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു പേജിലാണ് ഇയാളുടെ ഫോട്ടോസ് എല്ലാം വരുന്നത്, ഫോട്ടോസ് വീഡിയോസ്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ പോട്ടെ വേറൊരു അക്കൗണ്ട് നമുക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തു തരണം, റീൽസ് ഫോട്ടോസ് ചെയ്തു തരണം എന്ന് പറയാൻ ഇപ്പോ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും? ഇപ്പോ പൈസ കൊടുത്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും? ആ പൈസ മേടിച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതും നീതിയില്ലാത്ത പണം വാങ്ങി ഇത് ചെയ്യാനുള്ള മനസ്സുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പാർക്കർ ഫോട്ടോഗ്രാഫി എന്നുള്ള പേര് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇനിയുമുണ്ട്. നമ്മൾ ഇതിപ്പോ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ കമന്റ് കാരണമാണ്. ഇതിനു മുൻപും ഈ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, കാറിൽ നിന്ന് മാസായിട്ട് ഇറങ്ങി വരുന്നു, സ്ലോ മോഷൻ വീഡിയോസ് ഇടുന്നു. ഇത് എനിക്കറിയില്ല ഇത് ഏത് യൂണിവേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ ആലോചിച്ചിട്ടും എനിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ന്യായീകരിക്കാൻ ഇനിയും മനുഷ്യർ കാണും. അതെ, തീർച്ചയായിട്ടും. ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് ഇപ്പോൾ നിലവിൽ ഓഫാണ്. അത് കമന്റ് ബോക്സ് ഓൺ ആയിരുന്ന സമയത്ത് വന്നിരുന്ന കമന്റുകൾ അല്ലെങ്കിൽ അതിനെ ലൈക്ക് ചെയ്തുകൊണ്ട് വരുന്ന കമന്റ്, പൾസർ സുനിയെ എതിരായിട്ട് പറയുന്ന ആളുകൾക്ക് തിരിച്ചു വരുന്ന റിപ്ലൈകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും മോശമായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും ബ്രൂട്ടലായിട്ട് കൃത്യം ചെയ്ത ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ക്രിമിനൽ ഈ ഒരു ഒഫൻസിനെയൊക്കെ നോർമലൈസ് ചെയ്യാൻ പഠിക്കുമ്പോൾ എത്ര അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതം പോകുന്നത് എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അഫാന്റെയൊക്കെ കാര്യം നമ്മൾ കണ്ടപ്പോൾ ഈ പയ്യൻ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി കൃത്യം ചെയ്യാൻ ഒരു മനസ്സ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അഫാനെ ന്യായീകരിച്ചുകൊണ്ട് അവന്റെ മാനസികാവസ്ഥ അതായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ള തെറ്റ് ഭാഗത്തുണ്ടായത് കൊണ്ടായിരിക്കും അഫാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാ തെറ്റുകൾക്കും ന്യായീകരിക്കാൻ ആളുകളുണ്ട്. അവരുടെയൊക്കെ മെന്റാലിറ്റി ഇത്തരത്തിലുള്ള ക്രിമിനൽ കൃത്യങ്ങളെ അംഗീകരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ഒരു പാർക്കർ ഫോട്ടോഗ്രാഫിയിൽ അവർ പറയുന്ന ആ ഒരു റിപ്ലൈ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് അതിജീവിതയ്ക്ക് ശേഷം ഇനി നീ ഒരു പെൺകുട്ടിയുടെ വായടപ്പിക്കാൻ വേണ്ടി ഒരു റേപ്പ് ഭീഷണി മുഴക്കുക, അങ്ങനെ ചെയ്യും എന്ന് പറയുക, ഇതൊക്കെ എത്രത്തോളം ഇവർക്കൊക്കെ കുഞ്ഞിലെ എന്താണ് പഠിപ്പിച്ചു കൊടുത്തു വിട്ടിട്ടുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത്. അല്ല, ഇതിനൊരു പരിധിവരെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പങ്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുമ്പോൾ അതിന് ഇപ്പോ ഈ ഒരു 20 വർഷം എന്ന് പറയുന്ന ഈ ഒരു തടവ് ശിക്ഷ സ്വാഭാവികമായും ജനങ്ങൾക്ക് മനസ്സിൽ വരുന്നത് എത്രയൊക്കെ പോയാലും ഒരു 20 വർഷം
അല്ലെങ്കിൽ 15 വർഷം. എന്റെ പ്രായം ഇത്രയാണ്. പണ്ട് ഗ്രീഷ്മ പറഞ്ഞതുപോലെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങും, ബാക്കി ഞാൻ ജീവിക്കും, എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, അത് എന്തായാലും കൊല്ലാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുള്ളൊരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഒരു കൊലപാതകം നടത്തിയാലോ അല്ലെങ്കിൽ ഒരു റേപ്പ് ചെയ്താലോ അതോ എത്ര ക്രൂരമായാണെങ്കിലും അതിന് രക്ഷപ്പെട്ട് വരാനോ അല്ലെങ്കിൽ നമ്മളെ അനുകൂലിക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു. മുൻ DGP ആണ് അദ്ദേഹം. ഒരു ഇന്റർവ്യൂ ആയിരുന്നു. പുള്ളി ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. പുള്ളി ജയിലിന്റെ മേധാവിയായിരുന്ന സമയത്ത് അവിടെ ഒരു തടവ് പുള്ളി ഉണ്ടായിരുന്നു. അയാൾ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരേ രാത്രി 3 സ്ത്രീകളെ റേപ്പ് ചെയ്ത കേസാണ്. അതായത് ഒരു വീട്ടില് അമ്മുമ്മ, അമ്മ, മകൾ 3 തലമുറയിലുള്ള 3 സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നിട്ടില്ല, റേപ്പ് ചെയ്ത മനുഷ്യൻ. അയാളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അയാൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അയാൾക്ക് കുറ്റബോധമില്ല. അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യം അയാൾക്കില്ല. അപ്പൊ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇല്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത് അയാൾ ചിന്തിക്കുന്നത് സ്ത്രീ ഭോഗവസ്തുവാണ്. സ്ത്രീയെ റേപ്പ് ചെയ്യാൻ വേണ്ടി, പുരുഷനെ ലൈംഗികമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ അവർ സമ്മതിക്കും, സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ കീഴ്പ്പെടുത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്നാണ് അയാൾ അന്ന് പറഞ്ഞതെന്ന്. പക്ഷെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അലക്സാണ്ടർ സാർ പറയുന്നൊരു കാര്യമുണ്ട്. അയാളുടെ അവസാന നാളുകളിൽ അയാളുടെ തൊലിയുടെ അടിയിൽ ഒരു പ്രാണി വന്ന് മുട്ടയിട്ടു. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു മുറിവുണ്ട്. ഓരോ ദിവസവും അതിലിങ്ങനെ ഞെക്കി ഓരോ പ്രാണികളായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് അയാൾ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. കർമ്മ എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്തതിന് നമുക്ക് എന്നായാലും തിരിച്ചിട്ട്, ചിലർ കർമ്മയിൽ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ യൂണിവേഴ്സിന്റെ ട്രൂത്ത് അതാണ്. നമുക്ക് ചെയ്ത കാര്യങ്ങൾക്ക് ഫലം തിരിച്ചു കിട്ടും. അഡ്വക്കേറ്റ് മിനിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവര് ഇതിനകത്ത് കൂറുമാറിയ ആൾക്കാര്, ഇതില് അതിജീവിതക്കെതിരെ സംസാരിച്ച ആൾക്കാര് എല്ലാവർക്കും കിട്ടിയില്ലേ? ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിനുള്ള മറുപടി കിട്ടും എന്നാണ് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അതിജീവിതയുടെ പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാനും കെബിനും നടത്തിയ ഒരു ചർച്ചയിൽ അവസാനം പറയുന്നത് എങ്ങനെയാണ്, എന്നെങ്കിലും നീതി കിട്ടട്ടെ ആ കുട്ടിക്ക്, അല്ലെങ്കിൽ സത്യം ജയിക്കട്ടെ എന്നുള്ളതാണ്. സത്യം ജയിക്കട്ടെ, എന്തെങ്കിലും ഈ സാധനം ഇനി കോടതികളിലേക്ക് പോകുമ്പോൾ ഇതിനൊരു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും. ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നേച്ചറിൽ നിന്ന് തന്നെ, യൂണിവേഴ്സിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുമായിരിക്കും.